ഓസ്ട്രേലിയയിലും അത് സംഭവിച്ചു. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്ക് വിസ ഇല്ല. ഉള്ള ആളുകളെ കെട്ടുകെട്ടിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ സർക്കാർ ഇതിന് മുതിർന്നു? വീഡിയോയിലുണ്ട്, ആരും സ്കിപ്പ് ചെയ്യണ്ട, നേരെ വീഡിയോയിലോട്ട്. काफ़ी सारे मैसेजेस आए अभी सुबह उठ के देखा कि जो इंडिया का असेसमेंट लेवल इन्होंने अभी 2 महीने पहले लेवल 2 में कर दिया था, तो वो वापस से लेवल 3 में इन्होंने डाउनग्रेड कर दिया। तो वही फिर से सारा स्ट्रिक्ट हो गया, डॉक्यूमेंट्स वगैरह अपने ओरिजिनल रखो, पीटी आइल्स दो। भाई जो लोग छोड़ के बैठ के देखिए भाई ऐसे ही अप्लाई कर देंगे वीज़ा, तो नहीं। तो भाई है ये बैड न्यूज़ थोड़ी सी, बट हाँ अगर जेन्युइन हो स्टूडेंट तो भाई तुम्हारा वीज़ा लग जाएगा आराम से। तो ऑल दी बेस्ट। എന്താ സംഭവിച്ചെന്നറിയോ? ഇന്ത്യയെ ഗ്രേഡ് 3 മാറ്റി. സ്റ്റുഡന്റ് വിസ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കായിരുന്നു. അവിടെയും ഇനി ഒരു ചെറിയ പ്രശ്നം വരാൻ പോവുകയാണ്. വീഡിയോയിലുണ്ടത് പറയാം. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയ അന്വേഷണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗ്രേഡ് 3 എത്തുമ്പോൾ ആ ഒരു അന്വേഷണങ്ങൾ, അതിന്റെ ആ ഒരു ഗൗരവം എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഫേക്ക് സർട്ടിഫിക്കറ്റ് പിടിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം 27,000 സ്റ്റുഡൻസ് ഈ സർട്ടിഫിക്കറ്റുമായിട്ട്, അതായത് ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഫേക്ക് സർട്ടിഫിക്കറ്റ് അവർ നൽകിയിട്ടുണ്ട്. ഗൾഫിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇവരെല്ലാം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് താനും. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സമ്പന്ന രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടില്ലേ, അമേരിക്കയെ എടുത്ത് പറഞ്ഞായിരുന്നില്ല ഇന്ത്യക്കാരെ അമേരിക്കയ്ക്ക് വേണ്ടെന്ന്. ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഓസ്ട്രേലിയയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. കുറേയൊക്കെ ഇതിൽ മലയാളികൾ അത്രയ്ക്ക് പ്രശ്നക്കാരല്ല, പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഒരു ചീത്തപ്പേരൊക്കെ നമുക്ക് വാങ്ങി തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നലല്ല, അതൊരു 70% നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ് നമുക്ക് പണി തന്നിട്ടുള്ളത്. മുറുക്കിത്തുപ്പല് അത് മെയിൻ സാധനമാണ്. പിന്നെ ബഹളം വെക്കല് അത് മെയിൻ സാധനമാണ്. പിന്നെ ആരെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മാത്രം മതി, ഇവരുടെ കുടുംബം മൊത്തം അവിടെ എത്തും. പിന്നെ ലാംഗ്വേജ് അറിയില്ല, സംസ്കാരമില്ലാത്ത ഓരോ പരിപാടി കാണിച്ചു കൂട്ടുക, ഇതൊക്കെ തന്നെയാണ്. സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കി വിൽക്കുക, എല്ലാ കാരണം കൊണ്ടും അവിടെ നോർത്ത് ഇന്ത്യക്കാരുടെ പൊറുതി. അത് കാരണം തന്നെയാണ് മലയാളികളായ നമ്മളും ഇതിൽ പെട്ടുകിടക്കുന്നത്. അതായത് അസസ്മെന്റ് ലെവൽ 1 ലോ റിസ്കിൽ ഉണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ അസസ്മെന്റ് ലെവൽ 3 അല്ലെങ്കിൽ ഹൈ റിസ്കിലേക്കാണ് ഈ കഴിഞ്ഞ 8-ാം തീയതി, അതായത് ഈ മാസം ജനുവരി 8-ാം തീയതി ഇന്ത്യനെ ഓസ്ട്രേലിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാളും ബംഗ്ലാദേശും ഭൂട്ടാനും ഒക്കെ ഈ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഓസ്ട്രേലിയ പറയുന്നത്, ഓസ്ട്രേലിയക്കുള്ള ആ ഒരു സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ വെക്കുന്നുണ്ടെന്നാണ്. അതായത് ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും ഫേക്ക് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് കാണിക്കാനായിട്ടുള്ള ആ ഒരു ഫേക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ലോൺ ഡോക്യുമെന്റ്സും ഫേക്ക് ആയിട്ടുള്ള ഡിഗ്രിയുടെ ട്രാൻസ്ക്രിപ്റ്റ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും ഒക്കെ ഫേക്ക് വെച്ച് ഒരുപാട് പേര് ഓസ്ട്രേലിയയിലേക്ക് കയറി പോയിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻറ് വിസ എന്നും പറഞ്ഞു പോയിട്ട് ക്ലാസ്സിൽ പോലും പോകാതെ അലൗഡ് ആയിട്ടുള്ള ആ ഒരു അവേഴ്സിന് മേലെ ജോലി ചെയ്യുന്നതും സ്റ്റുഡൻറ് വിസ എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനാണ് മിക്കവാറും പേര് പോകുന്നതെന്നും പറ്റുമെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാനൊക്കെയാണ് നോക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്ന ആ ഒരു കാരണങ്ങൾ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയല്ലേ. ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ആവുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇത് പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് പഞ്ചാബികളെ കണ്ടില്ലേ. ഈ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പഞ്ചാബികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരവിടെ ചെന്നതിന് ശേഷം പിന്നെ അവരുടെ നാട്. ഇപ്പൊ കാനഡയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പറയുന്ന പഞ്ചാബികൾ തന്നെയാണ്. ഞങ്ങൾ പഞ്ചാബികളാണെന്ന് പറയുമെങ്കിൽ പോലും അതിൽ 1/4 ആളുകളും ഖലിസ്ഥാനിയാണ് എന്നാ പറയുക. ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട, ഞങ്ങൾക്ക് ഖലിസ്ഥാൻ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇവരുടെ അവസ്ഥയും പരിതാപകരാണെന്നുള്ളതാണ്. എവിടെ പോയാലും ബഹളം, പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോ സർട്ടിഫിക്കറ്റ് ഫേക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. അതെ, ഒരുപാട് ആളുകൾ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. 27,000 എന്നാണ് ഒരു കണക്ക് കിട്ടിയത്. അതിൽ കൂടാനും സാധ്യതയുണ്ട്. അല്ല, ഇതൊക്കെ പറയുമ്പോൾ കുറേയൊക്കെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓസ്ട്രേലിയയും നമ്മളെ തഴഞ്ഞിരിക്കുവാണ്. ഇനിയെങ്കിലും നമ്മൾ നന്നായി കഴിഞ്ഞാൽ കുറേയൊക്കെ ചീത്തപ്പേര് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഇനിയെങ്കിലും സ്റ്റുഡൻറ് വിസ ആ ഒരു കാറ്റഗറിയിൽ പോകുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓസ്ട്രേലിയ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയത്. പിന്നെ നമുക്ക് ഇനി മുതൽ ഓസ്ട്രേലിയയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യങ്ങളൊക്കെ കുറേയും കൂടെ അവർ ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവർ വിസ അലൗഡ് ചെയ്യുള്ളൂ. അതായത് കൂടുതലായിട്ടും യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റെഫറീനെയൊക്കെ നേരിട്ട് വിളിക്കുക, ബാങ്കിലേക്കൊക്കെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവരിനി സ്റ്റുഡൻറ് വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കുക. എന്തൊക്കെയായാലും ജെനുവിനായ ആളുകൾ ഇതിൽ പേടിക്കേണ്ടതായിട്ടില്ല കേട്ടോ.
ഇവിടെ ഫേക്ക് ആയിട്ട് പോകുന്ന ആളുകൾ, അതായത് ഈ നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ട് കിടക്കുക. പിന്നെ കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ അടുത്ത് എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സർട്ടിഫിക്കേഷനാണ് പിടിച്ചിട്ടുള്ളത്. അതായത് കേരളം ഭയങ്കര 100% ലിറ്ററസി ആണ്, എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്, അവര് ഫേക്ക് ആണ് എന്ന് പറയുന്ന ഒരു കൂട്ടം നോർത്ത് ഇന്ത്യക്കാരെ ഞാൻ കണ്ടു. അവരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, ഇവിടെ ഉണ്ടാക്കിയ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ 90% നോർത്തിലേക്ക് പോയി എന്നാണ് ഞാനിപ്പോൾ അന്വേഷിച്ച പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് മണവണാഞ്ചന്മാരുണ്ട്, ഇവർ ഈ നാടിന്റെ മൊത്തം വില കളയുന്നുണ്ട്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പക്ഷെ അതൊക്കെ കൈപ്പറ്റിയിട്ടുള്ളത് അങ്ങ് നോർത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ജെന്യുവിനായ ആളുകൾക്ക് ഒരു പേടിയും കൂടാതെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീലിങ്ങോ ഒക്കെ കറക്റ്റ് ആയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഏത് രാജ്യത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ജോലി എടുക്കുക, പണം ഉണ്ടാക്കുക, പഠിക്കുക, തിരിച്ചു വരിക. നമ്മുടെ നാടും വീടും വിട്ട് അവിടെ താമസിക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന പണികളാണെന്നുള്ളതാണ്. ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഉണ്ടാക്കുക, വരിക. ഇനി ഈ ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു കാര്യം, ഫേക്ക് സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ളത്, ഇത് അവരുടെ നാട്ടിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടതാണ്, ലക്ഷക്കണക്കിനല്ല മില്യൺ കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ്. ഇതൊന്ന് കാണിച്ചു തരാം. Australia is at the centre of an international university degree fraud scandal carried out by criminals in India. Last month, local police in the subcontinent dismantled a major racket producing and distributing fake university degrees, arresting 11 suspects and seizing over 100,000 forged certificates linked to 22 universities. The certificates included high-quality forgeries with holograms, seals and signatures for degrees in fields like medicine, engineering and nursing. Authorities estimate that over 1 million such fakes may have been sold and used for jobs abroad, including right here in Australia. How many of those people are here now in Australia working with those fake degrees? Well, that number is unknown. Something similar, though, has happened here before. In 2024, authorities identified and cancelled qualifications from deregistered vocational education providers, including in fraudulent schemes affecting around 23,000 foreign students, mostly from India, Nepal and Pakistan. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഓക്കെ, ഇവിടേക്കൊക്കെ ഈ സാധനം എത്തിയിട്ടുണ്ടല്ലേ. ലക്ഷക്കണക്കിന് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. 23,000 അടുത്ത ആളുകളാണ് കേട്ടോ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ ഇനി കയറ്റി വിടും അടുത്ത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളുകൾ നിന്ന് ചിരിക്കുന്നത് കാണുന്നില്ലേ, മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ലല്ലേ. അതാണ് ഈ കൂതറകൾ കാരണം നമ്മുടെ പേര് മുഴുവൻ അങ്ങ് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സൈഡിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഞാൻ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് വല്ലാണ്ട് പ്ലേ ചെയ്യുന്നില്ല. കുറെ എണ്ണം ഉണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനും നാണം കെടുത്താനും ഇതേപോലെ കുറെ എണ്ണം മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയും കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മതപരമായ ആഘോഷങ്ങളാണെന്നുണ്ടെങ്കിലും വ്യക്തിപരമായ ആഘോഷങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ആഘോഷങ്ങളാണെന്നുണ്ടെങ്കിലും അത് പുറത്ത് ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാക്കാതിരിക്കുക. ഇപ്പോ ഏതൊരു യൂറോപ്പ് രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യത്ത് ആ രാജ്യക്കാരെക്കാൾ കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകളാണെന്നുള്ളതാണ്. സുഖ സൗകര്യങ്ങൾ തേടി പോകുന്നതാ, പക്ഷെ അവിടെ ചെന്ന് ആ നാടിനെയാണ് അവര് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു.